261 റൺസ് നേടിയിട്ടും കൊൽക്കത്ത ഇന്ന് കളി തോറ്റു. പഞ്ചാബ് അതുപോലത്തെ ബാറ്റിംഗ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. പണ്ടൊക്കെ ഒരു T20 മാച്ചിൽ 200 റൺസ് എടുത്താൽ ആ ടീം ജയിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 300 റൺസ് എടുത്താലും കളി തോൽക്കുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ. ഇന്ന് പഞ്ചാബ് കളി ജയിച്ച ശേഷം അവരുടെ ക്യാപ്റ്റൻ സാം കറൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊൽക്കത്ത നാണം കെട്ടിയിരിക്കുകയാണ്. IPL ചരിത്രത്തിലെ റെക്കോർഡാണ് പഞ്ചാബ് തിരുത്തിയത്. T20 മാച്ചിൽ ഒരു ടീമും ഇത്രയും അധികം റൺസ് ചേസ് ചെയ്തിട്ടില്ല. ഇന്ന് പഞ്ചാബ് കളി ജയിച്ച് സാം കറൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും അധികം റൺസ് ഞങ്ങൾ ചേസ് ചെയ്യുമെന്ന് ഞാനൊരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വിശ്വാസം അത് ഓപ്പണേഴ്സ് ആയിരുന്നു. ജോണി ബെയർസ്റ്റോ ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷകൻ. അതുപോലെ ശശാങ്ക് സിംഗും. ഞങ്ങൾക്കിപ്പോൾ ഈ IPL-ൽ ഒരു ടീമിന് മാത്രമേ ഭയമുള്ളൂ, അത് രാജസ്ഥാനാണ്. അവർക്കെതിരെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവാണ്. അവർക്കെതിരെ ജയിക്കാൻ ഞങ്ങൾക്ക് ഈസിയല്ല. കൊൽക്കത്തയെ പോലെ ഒരു ടീമിനെതിരെ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം പ്ലേ ഓഫ് ആണ്. അതിനുവേണ്ടി ഞങ്ങൾ ഏത് ടീമിനെയും മലർത്തിയടിക്കും. ഞങ്ങളിപ്പോൾ മികച്ച ഫോമിലാണ്. കൊൽക്കത്തയല്ല, ഇനി SRH ആയാലും ഞങ്ങൾ കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. ഞങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സാം കറൻ വ്യക്തമാക്കി. പഞ്ചാബ് ആരാധകർ ആവേശത്തിലാണ്. T20 ചരിത്രമാണ് പഞ്ചാബ് തിരുത്തി കുറിച്ചത്. കൊൽക്കത്തയ്ക്ക് ഇതുപോലത്തെ ഒരു നാണക്കേട് ഇനി കിട്ടാനില്ല. ഇന്ന് കൊൽക്കത്ത 300 റൺസ് എടുത്താലും പഞ്ചാബ് ജയിക്കുമെന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. ഓരോ ഓവർ ബാക്കി നിൽക്കുകയാണ് പഞ്ചാബ് കളി ജയിച്ചത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ആരാധകർക്ക് ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച്. ഇനിയൊരു പക്ഷേ IPL ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു മാച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.